പ്രകാരം വോട്ട് ചെയ്ത ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കി അതിലാണ് ഞാൻ എടുത്തത്. ഇത് നിങ്ങൾ കാണുക. ഇതാണ് ഒന്നാമത്തെ 238ാമത്തെ നമ്പർ 57ാമത്തെ ആളായിട്ട് ഉദയഗിരിജ ജീവനാഥ കാരുണ്യ ഭവൻ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ 2487 ഉദയഗിരിജ എന്നാൽ കള്ളവോട്ട് ചെയ്തതിൻ്റെ ഇതാണ്. ഇനി കള്ളവോട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന്. ഉദയഗിരിജയുടെ ഈ സ്ഥാപനം കുട്ടികളെ നോക്കുന്ന സ്ഥാപനമായിരുന്നു. ഈ സ്ഥാപനം 2025 ജൂൺ മാസം കളക്ടർ വനിതാ ശിശുക്ഷേമ സമിതിയിൽ ചേർന്ന് നടത്തിയിട്ടുള്ളതാകും. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ വേറെ സ്ഥാപനങ്ങളിലേക്ക് മാറ്റിയതുമാണ്. ഇത് പത്തനംതിട്ടയിലുള്ള എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ചിൽഡ്രൻസിന്റെ ഫോമിന്റെ പേരിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ 57 ക്രമ നമ്പർ 58 202 എന്ന നമ്പർ സുജിത്ത് എസ് ജീവമാത കാരുണ്യ ഭവൻ ഓൾഡ് ഏജ് ഹോം ഇപ്പോൾ നിലവിലുണ്ട്. 23-21 നമ്പർ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ 23-21 നമ്പർ നിലവിലുണ്ട്. സുജിത്ത് അതിന് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാപനം ഇപ്പോൾ നിലവിലില്ലാത്ത സ്ഥാപനമാണ്. ഈ ആൾ വോട്ട് ചെയ്തതാണ് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ പരാതി കൊടുത്തത്. രണ്ടാമതായി 61ാമത്തെ നമ്പറായി 61 നമ്പർ 216 മിനിമോൾ എസ് എന്ന ആള് 2710 രജിസ്ട്രേഷൻ നമ്പർ 2710 ഗാന്ധി ഭവൻ എന്ന പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനം ഓമലൂര് ആറ്റരികം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന സ്ഥാപനമാണ്. ഇത് 2 മാസം 1-2 മാസം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടുള്ളതാണ്. ഈ സ്ഥാപനത്തിന്റെ പേരിലും 2025 സെപ്റ്റംബർ മാസം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് സീരിയൽ നമ്പർ 62 പിന്നെ 22 എഴുതിയിട്ടുണ്ട്. ഇതാ നോക്കൂ. മംഗളാനന്ദൻ ഗാന്ധി ഭവൻ റാന്നി അവരുടെ രജിസ്ട്രേഷൻ നമ്പർ 2803 വോട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 വോട്ടുകൾ കള്ളവോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 12 ജില്ലകളിലും നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിലും അടങ്ങുന്ന വോട്ട് രേഖപ്പെടുത്തേണ്ടതായ ഇങ്ങനെയൊരു സംഭവത്തിൽ എത്ര അവിടുത്തെ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നതും രേഖാമൂലം കിട്ടിയതുമായ ഇതിനുള്ള പരാതിയാണ് സമർപ്പിച്ചത്. ഈ ഒരു പരാതി 3 പേർ വോട്ട് ചെയ്തതായിട്ടുള്ള പരാതി അവിടെ നിൽക്കട്ടെ. എന്റെ 20/1/2026 രണ്ടാമത്തെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലെ അന്തരം. സാമൂഹ്യനീതി വകുപ്പ് വെബ്സൈറ്റിൽ 1800ഓളം സ്ഥാപനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അറിവിൽ 150ൽ താഴെ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. അന്തേവാസികളുടെ പുനരധിവാസ നിയമന ലംഘനം. അന്തേവാസികളുടെ പുനരധിവാസത്തിലെ നിയമലംഘനം. ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മേൽ പ്രായമുള്ളവരെ സംരക്ഷിക്കേണ്ട സെന്ററാണ്. അവിടെ 25, 35, 45 വയസ്സുള്ള ആളുകളെ പാർപ്പിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി വിവരസഹിതം ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഈ 3 സെക്ഷൻ പരാതികൾക്ക് എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് മറുപടി തന്നത് വളരെ ദയനീയമായ മറുപടിയാണ്. ഞാൻ വായിക്കാം. സൂചനയിലേക്ക് ക്ഷണിക്കുന്നു.